നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിച്ചു. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയില്ല. ഏതാണ്ട് 15 അല്ല, കണക്ക് നോക്കി വരികയാണെങ്കിൽ ഒരു 30 വോട്ടിൻ്റെങ്കിലും കുറവുണ്ട് എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ ആ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നിരിക്കുകയല്ലേ? അല്ല, അങ്ങനെ ഒരു മുന്നണി എന്ന് പറയുന്നതിൽ പോലും അതിലർത്ഥമില്ല. അതായത് അത് രൂപീകരിച്ച സമയത്ത് തന്നെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും, അത് BJP നേതാക്കന്മാർ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് കുറേ നെഗറ്റീവ്സ്. അതായത് ഒരു സിസ്റ്റത്തിനെതിരെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ ഒരുമിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മ. അതിന് ഇപ്പോൾ വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ എടുക്കുമ്പോഴേക്കും പരന്ന പാത്രത്തിലെടുത്ത് അത് പരന്ന അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു തരത്തിലാണോ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ സാധിക്കുന്നത്, ആ ആകൃതിയിൽ ഒരുമിച്ച് ചേരുന്നവരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഒരു നിമിഷം പോലും ഒരുമിച്ചൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവരുടെ ആദ്യത്തെ മണിക്കൂറുകൾ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ കുറേ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള അന്ധമായ മോദി വിരോധം മാത്രം. മോദി വിരോധവും സത്യത്തിൽ അതിൽ പല കക്ഷികളും രാജ്യവിരുദ്ധ മനോഭാവമുള്ളവർ കൂടെയാണ്. നരേന്ദ്രമോദിയുള്ള വിരോധം മാത്രമല്ല, ഈ രാഷ്ട്രത്തോട് തന്നെ വിരോധവും വിയോജിപ്പുമുള്ള ചെറിയ പല പാർട്ടികളെ ഉൾപ്പെടെ. അപ്പോൾ ആരെയൊക്കെ കിട്ടാൻ സാധിക്കും അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അങ്ങനെയുള്ളൊരു മുന്നേറ്റത്തിന് നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. പിന്നെ അതിലേറ്റവും വലിയ അവരുടെ പരാജയം തന്നെ അതിനെ ലീഡ് ചെയ്യുന്ന ലീഡർഷിപ്പിൽ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ്. യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല. BJPയുടെ ഭാഗ്യവും യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല. ഞങ്ങളുടെ മുന്നേറ്റം ഉണ്ടാവും ഞങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നതുകൊണ്ടും നേതാക്കന്മാർ അതെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് യാതൊരു രാഷ്ട്രീയ ബോധമോ യാഥാർത്ഥ്യബോധമോ ഒരിക്കലും പുലർത്താത്ത, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ് ഈ മുന്നണിയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ അടിവരയിട്ട് ഞാൻ പറയുന്നു, 1 ഇഞ്ച് പോലും അവർക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് വിശ്വാസയോഗ്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. കാരണം നെഗറ്റീവ് ചിന്താഗതികളുടെ കൂട്ടായ്മയാണ് അവർ. ഇപ്പം താങ്കൾ പറഞ്ഞ നെഗറ്റീവ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കാം. ഈ രാഹുൽ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് വോട്ട് ചോരി, ഇത് അറിയാമല്ലോ, ഇരട്ട വോട്ട്, പിന്നെ കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു, വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്നിരിക്കുന്നു, ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചത്. എന്നിട്ടും ആ രാഹുലിന് ഈ പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് 30ഓളം വോട്ടുകൾ സംരക്ഷിക്കാനാകാതെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ NDAയുടെ വോട്ടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വിചാരിച്ചതിൽ കൂടുതൽ കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടത് പ്രതിപക്ഷ മുന്നണിക്കാണ്. ആ ഒരു സംഭവം തന്നെ തെളിയിക്കുന്നത് ഈ വോട്ട് ചോരി എന്ന ആരോപണം വെറും പൊള്ളയാണെന്നല്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച, നിങ്ങൾ കഴിഞ്ഞ കുറേ കാലം ഈ വോട്ട് ചോരി മാത്രമല്ല, ഈ ആരോപണം മാത്രമല്ല, കുറേ കാലമായി അദ്ദേഹം ഒരു 10-15 വർഷമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും വസ്തുതയുള്ള കാര്യങ്ങൾ അതിലുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരോ ഏതെങ്കിലുമൊക്കെ തന്നെ ചെറിയൊരു ചുമതലയുള്ളവരൊക്കെ തന്നെ നിരന്തരമായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അവർക്ക് വാർത്ത കിട്ടാൻ വേണ്ടി ഒക്കെ പറയുന്നതെന്ന് കരുതാം. പക്ഷേ ഒരു പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നൊക്കെ വ്യക്തി, അദ്ദേഹം ഇത്തരത്തിൽ രാജ്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിരന്തരം ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന, തെറ്റായ ആരോപണം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും വിശ്വാസ്യത പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് പോയിട്ട് കിട്ടുന്ന വേദികളിലൊക്കെ തന്നെ രാജ്യത്തെ കുറ്റം പറയുക, ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് തുടർച്ചയാണ്. അപ്പോൾ ഇപ്പോൾ വോട്ടർ പട്ടികയെക്കുറിച്ച് അദ്ദേഹം ബോംബെന്നൊക്കെ പറഞ്ഞിട്ട് വിവാദം കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു കാര്യം, മാറ്റം ബോംബ്, പിന്നീട് ഹൈഡ്രജൻ എന്തൊക്കെ പറഞ്ഞു, ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു വേദിയിൽ തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിക്രികൾ കാണുമ്പോഴേക്കും ഓർമ്മ വരുന്നത്, ചില വീടുകളിലൊക്കെ തന്നെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൊച്ചു കുട്ടികൾ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട്. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർ ചില കുസൃതികൾ കാണിക്കും. ആ കുസൃതി കാണിക്കുന്ന ഒരു വികൃതി കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് അപ്പുറം ഗൗരവമായി രാഹുൽ ഗാന്ധി രാഷ്ട്രീയം ഗൗരവമായോ പക്വമായോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്ന് ഒരു നിമിഷമെങ്കിലും ഇന്ത്യൻ ജനതയെ ചിന്തിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു BJP വിരോധം കൊണ്ട്
BJPക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങൾ നിലനിൽപ്പുള്ളൂ എന്ന് കരുതുന്ന സ്റ്റാലിനെ പോലെ മമതാ ബാനർജിയെ പോലെയൊക്കെയുള്ള പാർട്ടികൾ അവർക്ക് ദേശീയ തലത്തിൽ പ്രസക്തിയില്ല. ദേശീയ പാർട്ടി എന്ന് പറയുമെങ്കിലും ഒക്കെ അവരുടെ പാൻ ഇന്ത്യൻ സ്വഭാവം ഉള്ളത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് BJPക്ക് മാത്രമേ അത് അവകാശപ്പെടാൻ കഴിയൂ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആ സഖ്യത്തിൽ നിൽക്കുന്നതിൽ പലരും യാഥാർത്ഥ്യബോധമുള്ള സ്വന്തം സംസ്ഥാനങ്ങളിൽ അടിത്തറയുള്ള നേതാക്കന്മാരാണ്. പലരും ഉണ്ട്, പലരും മുഖ്യമന്ത്രിമാരാണ്. പക്ഷേ അവർക്കൊക്കെ തന്നെ ഒരു പാൻ ഇന്ത്യൻ പിക്ചർ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ തന്നെ കമ്പൽ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ രാഹുൽ കമ്പൽ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ലീഡർ ഈ വിക്രിയകൾക്കൊക്കെ തന്നെ പാത്രമാകുന്ന ആളായതുകൊണ്ട് ആ മുന്നണി മൊത്തവും അത്തരത്തിൽ പരിഹാസപാത്രമായി ചിത്രീകരിക്കപ്പെടും. പക്ഷേ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഗവൺമെൻറ് എടുക്കുന്ന, നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിക്കുന്ന ശരിയായ നിലപാടുകൾ, അവർക്ക് പിന്തുണയ്ക്കാവുന്ന നിലപാടുകൾ പിന്തുണച്ചു കഴിഞ്ഞാൽ വിശ്വാസ്യത മിനിമമെങ്കിലും പിടിച്ചേർത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ 14 പേർ വോട്ട് ചെയ്തില്ല, മാറി നിന്നു. ഉദാഹരണത്തിന് ബിജു ജനതാദൾ ഒഡീഷയിൽ നിന്നുള്ള, അവർക്ക് 7 എംപിമാരുണ്ടായിരുന്നു. പിന്നെ BRS, പിന്നെ ചില ഒറ്റക്കക്ഷികൾ, അങ്ങനെ 14 പേർ വോട്ട് ചെയ്യുക. അത് ആദ്യമേ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. പക്ഷേ ഈ 15 വോട്ടുകൾ അവിടെ അസാധുവായി. ആ 15 വോട്ടുകൾ തീർച്ചയായിട്ടും NDAയുടേതല്ല. എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഹുൽ നേതൃത്വം നൽകുന്ന ഈ കക്ഷികൾക്ക് ആ 15 വോട്ടുകൾ അസാധുവായത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, NDA മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി ഇന്ത്യയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള പൊതുപ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ നാളിതുവരെയുള്ള ഒരു പ്രവർത്തനം, മഹാരാഷ്ട്ര ഗവർണറായിരുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനം, MP ആയിരുന്നു, കേരളത്തിൻ്റെ പ്രഭാരിയായിരുന്നു, തമിഴ്നാടിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ വളരെ തെളിമയാർന്ന, വളരെ സുതാര്യമായ ഒരു പൊതുപ്രവർത്തന ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നുള്ളത് കൊണ്ട് തന്നെ ആശയപരമായി വിയോജിക്കുന്നവർക്ക് പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, YSR കോൺഗ്രസ് ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നരേന്ദ്രമോദി ഗവൺമെൻറ്റും BJPയും ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളുടെ ഫലമായി അന്താരാഷ്ട്ര രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള മുന്നേറ്റം, ഇതിനോടൊക്കെ തന്നെ വിയോജിക്കാൻ വേണ്ടി പറ്റാത്ത തരത്തിലേക്ക് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് NDAക്ക് കിട്ടുമെന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ NDAക്ക് ലഭിച്ചത്. അപ്പോൾ ഒരു 10-15 വോട്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ മുന്നണിയോട് ഒരിക്കലും അവരുടെ നിലപാടുകളോട് യോജിക്കാൻ പറ്റാത്തവർ ഇതിനകത്തുണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിന് തുല്യമാണ്. ഒരുപക്ഷെ അവർക്ക് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ വേണ്ടി മടിയായിരിക്കും. പക്ഷേ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളാണ് 15 പേർ അസാധുവാക്കി, അവർ മറുപടി പറയണം. ഇപ്പോൾ MK പ്രേമേന്ദ്രൻ എന്താ നമ്മൾ കേരളത്തിലെ MP പറഞ്ഞിട്ട്, ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഞങ്ങളിപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും, ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കും, പ്രകടനം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ഒഴികെയുള്ള എല്ലാ ലോക്സഭാ MPമാരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ NK പ്രേമേന്ദ്രൻ വലത്തുമുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഒരുമിച്ചാണ്, കോൺഗ്രസും CPM ഒരുമിച്ചാണ് സന്തോഷത്തോട് പോയി ചെന്ന് വോട്ട് ചെയ്തത്. പക്ഷേ പ്രേമേന്ദ്രൻ മറുപടി പറയണം, അവരുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ട എന്തുകൊണ്ടാണെന്ന് 15 വോട്ട് അസാധുവായത് എന്തുകൊണ്ടെന്നും 15 വോട്ട് നഷ്ടപ്പെട്ടത് മറുപടി പറയണമല്ലോ. എന്തെങ്കിലും ഗീർവാണം മുഴക്കിയിട്ട് മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ പോരല്ലോ, അവർ മറുപടി പറയണം എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും അതിന് നയിക്കുന്ന നേതൃത്വവും എടുത്ത തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രം അംഗീകരിക്കുന്നതാണെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണിത്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന നെഗറ്റീവ് പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തള്ളിക്കളയും. മാത്രവുമല്ല 2047 ആകുമ്പോഴേക്കും നമ്മുടെ ലോകത്തിന് നമ്മുടെ രാഷ്ട്രം നേതൃത്വം കൊടുക്കണം, ഒരു സമ്പൂർണ്ണ വികസിത രാഷ്ട്രമായി ഭാരതം മാറണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും സങ്കല്പങ്ങൾക്ക് കൂടുതൽ അടിത്തറ പകരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.